ഓക്കെ ലേഡീസ്, ഇതൊരു എമർജൻസി മീറ്റിംഗ് ആണ്. ഓരോരുത്തരായി ഒന്ന് കാര്യം പറയണം. ആരും തിരക്ക് കൂട്ടരുത്. അല്ലേ, ഞാൻ തന്നെ തുടങ്ങാം. ഈ മേഡം ഉണ്ടല്ലോ, രാവിലെ നേരം വൈകി എഴുന്നേക്കും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ആ ദിവസം മൊത്തം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അടിച്ച് നടക്കും. അതൊന്നും പോരായിട്ട് രാത്രി നേരം വൈകി കിടന്നുറങ്ങും. ഈ പെണ്ണും പിള്ള ഇത്രയൊക്കെ കാട്ടി കൂട്ടിയിട്ട് കുറ്റം മൊത്തം എനിക്ക്. ഞാൻ ശരിക്കും വർക്കാവുന്നില്ല, ഞാൻ സ്ലോ ആണെന്ന്. എന്നിട്ട് അതിനൊരു പേരും ഹൈപ്പോ തൈറോയിഡിസം. അതാണ്. ഈ തൈറോയിഡ് ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കിൽ ഹോർമോൺസ് കൺഫ്യൂസ് ആവും. ഹോർമോൺസ് കൺഫ്യൂസ് ആയ പീരീഡ്സ് മിസ് ആവും. അങ്ങനെ പീരീഡ്സ് 2 വർഷം മിസ്സായ ആൾക്കാർ അപ്പൊ പറയും, അയ്യോ അവക്ക് PCOS ആണ്, അയ്യോ അവക്ക് PCOS ആണ് എന്ന്. പിന്നെ അല്ലാണ്ട് കറക്റ്റായ ലൈഫ് സ്റ്റൈലോ ഫുഡിങ്ങോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻഡൈജഷനും ബ്ലോട്ടിങ്ങും സ്റ്റാർട്ട് ആവും. ഡൈജഷൻ ബാഡായ അബ്സോർപ്ഷൻ ബാഡാവും. അബ്സോർപ്ഷൻ ബാഡായ ഹോർമോൺസ് സീനാവും. ഇതൊന്നും അറിയാതെ കുടുംബക്കാരാണെങ്കിൽ 40 വട്ടം വന്ന് ചോദിക്കും, വിശേഷമൊന്നും ആയില്ലേ, വിശേഷമൊന്നും ആയില്ലേ. എനിക്കാണ് അത് കേൾക്കുമ്പോ പെരുത്ത് വരും. അതെങ്ങനെ, ബോഡി ഫുള്ളി ഇവിടെ റിപ്പയറിംഗ് ബിസി അല്ലേ, അതൊന്നും കഴിഞ്ഞിട്ട് വേണ്ട റീപ്രൊഡക്ഷൻ. ഓ മൈ ഗോഡ്, കാര്യങ്ങൾ ഇത്രക്ക് ഭീകരമാണല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും സങ്കടം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിനിപ്പോ എന്താണ് ഒരു സൊല്യൂഷൻ?